സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ ഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ശ്രീമദ് നാരായണീയത്തിലെ 59-ാമത്തെ ശ്ലോകം ഭഗവാന്റെ വേണുഗാനത്തിലേക്ക് കടക്കുകയാണ്. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാകലിതപാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളിയാം. എന്നല്ല പറഞ്ഞു. ബർഹാപീഠം നടവരവപുക്കർണയോ കർണികാരം വിപ്രവാസക്കനകവിശം വൈജയന്തിഞ്ചമാലാം രന്ധ്രാൻ വേണോരസരസുതയാ പൂരയൻ കോപവൃന്ദേ വൃന്ദാരണ്യം പറഞ്ഞിട്ട് പ്രാവിശത് ഗീതകീർത്തി എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം. കാല് പിണച്ച് തൃക്കാൽ രണ്ടും പിണച്ചും ലളിതകടിതടം ചേലിലൽപ്പം വളച്ചും എന്നൊക്കെയുള്ള അനവധി ശ്ലോകങ്ങൾ. കോമളങ്കൂചയൻ വേണം എന്ന് പറഞ്ഞിട്ട് എവിടെക്കൊഴ വിളിക്കുന്ന ഭഗവാന്റെ ആ സ്വരൂപമാണ് 10 ശ്ലോകത്തിൽ അഗ്രി പശ്യാമിയിൽ നാരായണീയത്തിൽ അവസാനം മേപ്പത്തൂര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വേണുഗാനം ലോകത്തിലെ ഏറ്റവും മനുഷ്യർക്ക് ആകർഷകമായ ഒരു ശബ്ദമാണെന്നും രോഗത്തിന് മാറ്റാൻ കൂടി മ്യൂസിക് തെറാപ്പിയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓടക്കുഴലാണെന്നും ഡോക്ടർമാരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയണു. അതിൻ്റെ ഒരു പ്രത്യേകത പറയണം. ആരബാണതുത കേചരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ചതുഷധാമഭിപ്രഭോ താവകം വ്യജനി വേണുകൂചിതം. അങ്ങയാൽ കൂചിതം ചെയ്യപ്പെട്ട ആ ഓടക്കുഴൽ വിളി എല്ലാറ്റിനെയും നിശ്ചലാക്കി. മാരബാണതുത കേചരീകുലം. കേചരീകുലം ആകാശസഞ്ചാരികളായിരിക്കുന്ന സ്ത്രീകൾ, ദേവസ്ത്രീകൾ. ഒരു ആകാശത്തു കൂടെയാണല്ലോ സഞ്ചരിക്കുക. പണ്ട് ഹെലികോപ്റ്ററും വിമാനത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഈ ദേവസ്ത്രീകൾ എന്നാണ്. ഭൂമിയിൽ കൂടെ എല്ലാ സഞ്ചാരം. അപ്പോൾ അവർ നിർവികാരമായി അവരുടെ ചലനം പോലും നിർത്തി ഈ വേണുഗാനം വിമാനത്തെ സ്റ്റോപ്പ് ചെയ്ത് ആസ്വദിച്ചു. അവിടെ നിൽക്കട്ടെ, ഇത് ലേശം കേട്ടിട്ട് മതി വിമാനം മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് അവരുടെ പൈലറ്റിനെ നിർദ്ദേശം കൊടുത്ത് വിമാനത്തെ തടഞ്ഞ്, ഹെലികോപ്റ്ററായിരിക്കണം കാരണം ആകാശത്തിൽ നിൽക്കാൻ അതിനെ കഴിയുമെന്ന സയൻറ്റിഫിക്കായിട്ടേ. എയ്റോപ്ലെയിൻ ആകാശത്തിൽ നിൽക്കാൻ കഴിയില്ല, ഓടാനേ കഴിയുമെന്ന്. എന്താവട്ടെ, ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് അവർ ഓരോ ശ്ലോകത്തിലായിട്ട് ഓരോരോ പശുക്കൾ, ദേവസ്ത്രീകൾ, കാറ്റ്, മേഘങ്ങൾ, ഗോവർദ്ധന പർവ്വതം, അതുപോലെ തന്നെ വിനാനദി, ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക ഓരോരോ ഇതായിട്ട് വർണ്ണിക്കുകയാണ് ഭാഗവതത്തിൽ. ഇവിടെ അതെല്ലാം കൂടി കുറേയൊക്കെ ഒരു ശ്ലോകത്തിൽ ഒതുക്കി പറഞ്ഞിരിക്കുകയാണ്. ദ്രാവണം ച ദൃഷതാമഭിപ്രഭോ. ദൃഷതാം കല്ലിനെ പോലും അലിയിക്കുന്ന പ്രത്യേകത ഈ ഗാനത്തിന് ഉണ്ടായിരുന്നു. ദ്രാവണം ചതുഷതാമഭിപ്രഭോ. കല്ലിനെ പോലും അലിയിക്കുന്ന, മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയിലത്തെ എല്ലാതും, പക്ഷിമൃഗാദികളും, ജീവനില്ലാത്ത കല്ല് മുതലായിട്ടുള്ളതിലടക്കം അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്നാണ്. താവകം വ്യജനി വേണുകൂചിതം. അങ്ങയാൽ കൂജനം ചെയ്യപ്പെട്ടതായ ഓടക്കുഴൽ ആകാശസഞ്ചാരികളായ ദേവസ്ത്രീകളെ നിശ്ചലരാക്കി. പശു, പക്ഷി മുതലായിട്ടുള്ളവരെല്ലാം നിശ്ചലമായി. കല്ലുപോലും അലിഞ്ഞു. ഗുരുവായൂരപ്പ അത്രയധികം ആകർഷകം ആയിരുന്നു. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യമുമുഹുർവ്രജാംഗന. വെറുതെ അല്ല
ഈ നാരായണീയം സപ്താഹം ആയിട്ട് നടത്താറുണ്ട് ചിലർ. ഈ ശ്ലോകങ്ങളുടെയൊക്കെ ഭംഗി ചൊല്ലിപ്പറഞ്ഞു പോവാൻ നാരായണീയ സപ്താഹത്തിലല്ലാണ്ട് എവിടെ സാധിക്കുക? നാരായണീയ സപ്താഹത്തിലല്ലാണ്ട് ഈ ശ്ലോകങ്ങൾ 7 ദിവസം കൊണ്ട് ഒരു സമയളവിൽ ചൊല്ലി തീർക്കാൻ നമുക്ക് പറ്റില്ല. അവിടെയൊക്കെ ചെല്ലാം, അത്രയേ ഉള്ളൂ. പ്രഭാഷണമായാലും മറ്റു പരിപാടികൾ. ഇപ്പോൾ ഒരു ഏകദിന നാരായണീയ ഓട്ടപ്രദക്ഷിണുണ്ട്. ഞാനതിനെ ഓട്ടപ്രദക്ഷിണം തന്നെ പറയും. ഒന്നും കാര്യമില്ല. വായിച്ചു, അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് ഇല്ല എന്നല്ല, ശ്ലോകങ്ങൾക്കുണ്ട്. പക്ഷെ അത് മതിയോ? നമ്മളിതിൻ്റെ അർത്ഥചിന്ത ചെയ്ത് ഭാഗവതത്തിലത്തെ കഥയൊക്കെ കോട്ട് ചെയ്ത് വേറെ വല്ലതൊന്നും കോട്ട് ചെയ്യാണ്ടെങ്കിൽ കോട്ട് ചെയ്ത് ഒരു യജ്ഞമായിട്ട് അർത്ഥചിന്തയോട് കൂടിയിട്ട് നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗ്രന്ഥം ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്ര കുറച്ച് ശ്ലോകമാണെങ്കിലും അത് അർത്ഥം പറഞ്ഞ് ആസ്വദിച്ച അനുഭവം കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞു പോകണം. അല്ലാണ്ട് ഈ ഓട്ടപ്രദക്ഷിണത്തിലൊക്കെയാണ് ചൊല്ലി 1 മണിയാകുമ്പോഴേക്ക് തീർത്തു. സമ്പൂർണ്ണ നാരായണീയം. ഞാൻ സത്യത്തിൽ സമ്പൂർണ്ണ നാരായണീയത്തിനും സമ്പൂർണ്ണ രാമായണത്തിനും രണ്ടും എതിരാ. എന്താ കാരണം വെച്ചാൽ ഒരുപാട് ഇത് രണ്ടും കണ്ടിട്ടുള്ളവനാണ് ഞാൻ. രാമായണമൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിച്ചു വിടുക. ചില ഭാഗമൊക്കെ ഭയങ്കര ഓട്ടത്തിലാണ് വായിക്കുക. ഇങ്ങനെ വായിച്ചിട്ട് കാര്യം? എന്ത് കാര്യം? ഞാൻ പറയുകയാണ്, 1 കാണ്ടാണെങ്കിലും 2 കാണ്ടാണെങ്കിലും ഭംഗിയായിട്ട് വായിക്കുക, അത്ര മതിയെന്നേ. ഇതിപ്പോൾ മുഴുവൻ തീർത്തോളണം എന്ന് ആരോ പറഞ്ഞിരിക്കണം? എവിടെ പറഞ്ഞിരിക്കണം? ഭാഗവത സപ്താഹം 7 ദിവസത്തിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് തീർക്കാതെ പറ്റില്ല. ഇതങ്ങനെ പറഞ്ഞിട്ടില്ല നാരായണി. നമ്മുടെ സൗകര്യത്തിന് വായിച്ച് ആസ്വദിക്കാനത്. കാരണം സ്തുത്യതാ വർണ്ണനേനാന്ന് ലാസ്റ്റിൽ പറഞ്ഞിരിക്കണു. സ്തുതിക്കുക, വർണ്ണിക്കുകയൊക്കെ ചെയ്യണം. വെറുതെ ഇങ്ങനെ ഓടിപ്രായണം ചെയ്ത് തത്തമ്മേ പൂച്ച എന്ന് പറയില്ല. അതാണ് ഇവിടെ. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിത പാദ പല്ലവം തത്തിദം തവ പരോക്ഷമപ്യഹോ സംവിചിന്യവുമുഹുർവ്രജാംഗന. ഒരു ശ്ലോകം വായിക്കുമ്പോൾ ആ ശ്ലോകത്തിൽ തന്നെ ശ്രദ്ധയുണ്ടാവുക. അടുത്ത ശ്ലോകം കഴിക്കണം, നേരെ എത്രയായി നോക്കണം എന്ന് വിചാരിച്ചിട്ട് ബന്ധപ്പെടലാവും ഈ സമ്പൂർണ്ണത്തിനൊരു കുഴപ്പം. ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഭംഗിയായിട്ട് ചൊല്ലുക. എന്തിനും സമ്പൂർണ്ണത്തിന് പോകണം. അപ്പോൾ എപ്പോഴും പാരായണീയം ആസ്വദിക്കാനുള്ളതാണ്, തീർക്കാനുള്ളതല്ല. ഇവിടെ പറയണ മനോഹരമായിട്ടുള്ള ഓടക്കുഴലിൻ്റെ ദ്വാരങ്ങൾ സരിഗമപദനി അടച്ച്, ഓരോ വിരൽ കൊണ്ട് അടച്ച് അതിനനുസരിച്ചിട്ട് കാലുകൊണ്ട് താളമിട്ട് താളസഞ്ചലിത പാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ. ആ വേണുഗാനം ചെയ്യുന്ന ഭഗവാന്റെ രൂപം ഗോപികൾ വീട്ടിൽ ഇരുന്ന് ചിന്തിച്ചു എന്നാണ് പറയണത്. അവർക്ക് അവിടെ പോകാനോ കാണാനോ പറ്റില്ലല്ലോ വീട്ടിലുള്ളവർക്ക്. സംവിചിന്യ മുമുഹുർ വ്രജാംഗനാഹ. ആ വ്രജാംഗനകൾ വീണ്ടും വീണ്ടും ഭഗവാന്റെ ഓടക്കുഴൽ വിളിക്കുന്ന രൂപത്തെ വീട്ടിലിരുന്നു കൊണ്ട് ചിന്തിച്ചു. അപ്പോൾ സ്ത്രീകൾക്ക് ആനന്ദം കൊടുത്തു, പക്ഷികൾക്ക് ആനന്ദം കൊടുത്തു, ആകാശചാരികളായിട്ട് ദേവസ്ത്രീകൾ ആനന്ദിച്ചു, കല്ലുപോലും അലിഞ്ഞു എന്ന് പറഞ്ഞു. നിർവിശങ്കഭവതംഗദർശിനി കേശരീകമൃഗാൻ പശൂനബി ത്വത്പദപ്രണയികാനനഞ്ജത ധന്യധന്യമിതി നന്വമാനയൻ. ആ സ്ത്രീകൾ എന്ത് വിചാരിച്ചു? ഈ ഭഗവാന്റെ അടുത്ത് കഴിഞ്ഞുകൂടാൻ ഭാഗ്യം കിട്ടിയവർക്കൊക്കെ എത്രയാണ് അവരുടെ ഭാഗ്യത്തെ വർണ്ണിക്കുക. ആർക്കൊക്കെ അവർക്ക് അവിടെ അവസരം കിട്ടിയോ ഭഗവാന്റെ അടുത്ത് കൂടാൻ, അവരുടെയൊക്കെ ഭാഗ്യം എന്നവർ ചിന്തിച്ചു. നിർവിശങ്ക ഭവതംഗദർശിനീഹി. ഗുരുവായൂരപ്പ അങ്ങയുടെ ശരീരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരമൊക്കെ കുറച്ച് കണ്ടാൽ മടുക്കുമില്ലേ? പ്രത്യേകിച്ച് തലയൊക്കെ നിറച്ച് പല്ലൊക്കെ എത്ര കാണാൻ പറ്റുമത്? ആദ്യമൊക്കെ കണ്ട് മതിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ. പക്ഷെ പിന്നെ
ഒന്ന് പോയി കിട്ടിയാൽ മതി മുമ്പെന്നാവില്ല. നമ്മുടെ സ്ഥിതി ഇതങ്ങനെയല്ല. അതിങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന ആരൊക്കെയാ? കേചരി ദേവസ്ത്രീകൾ, ഖഗമൃഗാൻ മൃഗം, ഖഗം പക്ഷി മൃഗം, പശൂനബി പശുക്കൾ, അവർ ത്വത്പദ പ്രണയികാനനഞ്ചത, ആ കാട്ടിലേക്ക് അവർക്ക് ഒപ്പം പോവാൻ ഭാഗ്യം കിട്ടി. ഗോവന്മാർക്ക് പശുക്കൾക്കേ കിട്ടിയുള്ളൂ, ഗോത്രത്തിലേക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ അവരുടെ അവസ്ഥ ധന്യം ഭാഗ്യം തന്നെ എന്നിപ്രകാരം ആ ഗോപികൾ വീട്ടിലിരുന്ന് ചിന്തിച്ചു. അങ്ങനെ തന്നെയാണ് ഭാഗവതത്തിൽ ഗോവേണുഗാനത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് എത്തിക്കുന്നത്. സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് അത് ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട്, വീട്ടിലിരുന്നു കൊണ്ട് അവർ അത് ചിന്തിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.